12,000 പേര് പങ്കെടുക്കുന്ന ഒരു നൃത്തം. അത് നടത്തിയത് ഈ പറയുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അത് ദിവ്യ ഉണ്ണിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആളായിട്ടുള്ളത്. അതിന്റെ സംഘാടകരും മറ്റു ആളുകളൊക്കെ ഉണ്ട്. ഈ പരിപാടി നടന്നപ്പോൾ മുതൽ ഇങ്ങോട്ട് ഫുൾ വിവാദമാണ്. അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാണ് നമ്മളെ MLA ഉമാ തോമസിന്റെ ആ ഒരു ആക്സിഡന്റും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറെ സാമ്പത്തികമായുള്ള ക്രമക്കേടുകൾ അടക്കം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അല്ല, ഈ ഉമാദേവിന്റെ അതിന്റെ മുമ്പ് പറയാനുണ്ട്. സോറി, ഉമാ തോമസിന്റെ അതിന്റെ മുമ്പ് പറയാനുണ്ട്. അതായത് വീണതിനെ നെഗറ്റീവായിട്ട് ഈ അവസരം മുതലെടുത്ത് ഇപ്പൊ ആർക്കാ ധൃതി എന്നൊക്കെ രീതിയിലേ മറ്റേ ഡയലായിട്ട് കണക്ട് ചെയ്തൊക്കെ പറയാം. അപകടം നടന്നതാണ്. ഇപ്പൊ അതായിട്ട് കണക്ട് ചെയ്തൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായം കൂടെ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലെ? എനിക്ക് തോന്നുന്നത് ഇല്ല, അത് ഇവിടെ ഒരു അപകടം നടക്കുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. അത് വെറുതെ എടുത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് വീഡിയോ കണ്ടിന്യൂഷൻ പറയാം. എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറാണ് നമ്മളോട് വിവരം അറിയിക്കുന്നത്. ഇത് കണക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. എന്റെ 2 മക്കളും ഡാൻസ് പഠിക്കുന്നവരാണ്. അപ്പൊ ഒരു കുട്ടിക്ക് 5,000 രൂപ ചെലവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടിക്ക് 5,000 രൂപ ആദ്യം നമ്മൾ അവിടെ അടയ്ക്കണം. ശേഷം സാരി വരുമ്പോൾ അതിനുള്ള 1,000 രൂപ ഒരു കുട്ടിക്ക് 1,000 രൂപ വെച്ചും അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, നമ്മളത് അംഗീകരിച്ചു. അതിനുശേഷം നമ്മള് 2 ഗഡുവായിട്ടാണ് പൈസ നമ്മൾ അവർക്ക് അടച്ചത്. അതിനുശേഷം ഈ സാരി നമുക്ക് പാവാടയും ഉടുപ്പും ആക്കാൻ ഒരു നിർദ്ദേശം തന്നു. ഈ 2 കുട്ടികൾക്ക് പോയപ്പോ 12,000 രൂപ ഈ ഇവന്റിന് ചെലവഴിച്ചു അല്ലെ? 12,000-ന് മേളിലായി. ഈ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതിനൊക്കെ എക്സ്ട്രാ ആവുമല്ലോ. അതെ അതെ. അപ്പൊ 12,000-ന് മേളിൽ ഒരു കുട്ടിക്ക് ഒരു 2 കുട്ടികൾക്കും വേണ്ടിയിട്ട് എനിക്ക് ചിലവായി. ഇതാണ് സംഭവം. അതായത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 2 കുട്ടികൾക്കുമായി 12,000 രൂപയോളം ചെലവായി. നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് പണം നൽകിയെന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതില് സംഘാടകരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അത് ഒന്നാമത് ഇങ്ങനത്തെ ഒരു പരിപാടി ശരിക്കും ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ആൾക്കാരെ കയറ്റിയിട്ടുള്ളത്. അത് വിവാദമാണ്. കാരണം നമ്മളൊരു പ്രോഗ്രാം ടിക്കറ്റ് നടത്തുമ്പോൾ അത് അവിടെ പെർമിഷൻ വാങ്ങണം. ഇവിടെ കോർപ്പറേഷന്റെ പെർമിഷൻ വാങ്ങിയിട്ടില്ല. അത് കോർപ്പറേഷൻ മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താ പറയാ, എന്റർടൈൻമെന്റ് ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രീതിയിലുള്ള പെർമിഷൻ ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല. പിന്നെ മന്ത്രിമാരടക്കം പങ്കെടുത്തുള്ള പരിപാടിയാണ്. അപ്പം മന്ത്രിമാർ പങ്കെടുക്കുമ്പോൾ അതിൻ്റെതായുള്ള സുരക്ഷകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു അപകടം നടന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓഫീസ് നിൽക്കുന്നത് വയനാടാണ്. അത് ചെറിയൊരു റൂമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയൊരു സംവിധാനമുള്ള ഒരു സംഘടനയായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലുണ്ട്. ഓൾറെഡി അവരെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ പരാതികൾ വരുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അതെ, അതായത് ഇങ്ങനെ വലിയ പരിപാടി വെക്കുമ്പോ അതിന് വേണ്ട രീതിയിൽ ഇത്രയും ആളുകൾ കാണാൻ പറ്റുന്ന ഇവർക്ക് അറിയാലോ. പ്രത്യേകിച്ച് ഇപ്പൊ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ അവരെടുത്ത് നല്ല സുരക്ഷയൊക്കെ ഏർപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ അധികൃതരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്. സംഭവം ശരിയാണ്, അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ വന്ന് ഒരു സ്ത്രീ പറഞ്ഞല്ലോ, ഏതോ രക്ഷിതാവ്, അത് ഞാൻ ചോദിക്കട്ടെ, ഈ പൈസ എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്? അത് കേട്ടല്ലേ ഈ പരിപാടിക്ക് ആളെ ഏൽപ്പിച്ചിട്ടുള്ളത്? അത് വൻകുറ്റായിട്ടാണ് മീഡിയ പറയണത്. ഇതില് ആ ലേഡി അതിൽ പറയുന്നത് അവർക്ക് എത്ര ചെലവായി, എന്ത് ചെലവായി. അല്ല, അതിന്റെ മുമ്പുള്ള ഭാഗ്യമുണ്ട്. അത് ചെറിയ കട്ട് മാത്രമാണ്. അത് കംപ്ലൈന്റ് ആയിട്ട് തന്നെ പറയണത്. ഇത്രയും രൂപ ചെലവായിട്ടുണ്ട് എന്നൊക്കെ വലിയ രീതിയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുറ്റായിട്ട് തന്നെയാണ് പറയണത്. ഇത്ര രൂപ 2 പേർക്ക് എനിക്ക് അതിനേക്കാളും ചെലവായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമായിട്ട് തന്നെ പറയണത്. ഒന്ന്, നമ്മൾ കുറെ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കല നമ്മളൊന്നും വേണ്ട, നമ്മുടെ ആർട്സിന്റെ സ്കൂളുകളിൽ ആർട്സ് പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പൈസ കുട്ടികൾക്ക് വരുന്ന ചെലവിനെ കുറിച്ച്, അവരുടെ വസ്ത്രങ്ങൾക്ക് മറ്റത് മറിച്ചത് കൊണ്ടാവുള്ള ചെലവ് പറഞ്ഞ ഒരു കുട്ടിക്ക് ഭയങ്കരമാണ്. അത് കലാപരമായി കഴിവുള്ള ഒരു കുട്ടിയായിട്ട് കാര്യമില്ല. പൈസ അതും കൂടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊരു കാര്യം. 2, ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്ര രൂപ, 5,000 രൂപ ഇതിനാവും, വസ്ത്രത്തിന് എങ്ങനെ 1,000 ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് ഓക്കെ എന്ന് പറഞ്ഞ് പങ്കെടുപ്പിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഇതിൽ കമന്റ് തന്നെ വന്ന പോലെ പിന്നെ 12,000 പേർക്കും ദിവ്യാണി സാരി വാങ്ങിക്കൊടുക്കാൻ ചോദിക്കുന്നുണ്ട് കമന്റില്. അല്ല, അത് ഒരു പോയിന്റാണ്. അവർക്ക് താല്പര്യം പങ്കെടുത്താൽ മതി. ആൾക്കാരെ കിട്ടും. അല്ലെങ്കിൽ ഒരു 12,000 പേരെ കിട്ടാനില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞവര് പറഞ്ഞിട്ട് പൈസ മേടിക്കുകയാണെങ്കിൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം, മൊത്തത്തിൽ ഈ പരിപാടി പൈസ ഉണ്ടാക്കാനായിട്ട് ചെയ്ത പോലെ ഉണ്ട്. അല്ല, മൊത്തത്തിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. സംഭവം റെക്കോർഡും അതിന്റെ
സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ഉമ്മ തോമസിന്റെ അപകടം നടന്നതിന് ശേഷം ആ പരിപാടി അവിടെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല പ്രശ്നമായിട്ട് വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. അവര് ഒരുപാട് കാലത്തെ പരിശ്രമവും 12,000 പേര് വന്നൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ജസ്റ്റ് ഒരു പോസ് എങ്കിലും കൊടുക്കാന്നുള്ളത്. ഡാൻസിന്റെ ഇടയിൽ നിർത്തിയാൽ റെക്കോർഡ് പോയില്ലേ? ഡാൻസ് അല്ല, അപ്പൊ അവിടെ ഇനാഗ്രേഷന്റെ ഇത് നടന്നുകൊടുക്കാണ്, ഡാൻസ് തുടങ്ങിയിട്ടില്ല. അതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ചു, ഇവിടെ യൂറോ കപ്പ്, ഫിഫ വേൾഡ് കപ്പിൽ വരെ മത്സരങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട്. അത്ര ഒന്നുമില്ലല്ലോ ഇപ്പൊ ഈ ഡാൻസ്. അപ്പൊ ഇപ്പൊ ഫുട്ബോൾ ഗ്രൗണ്ടിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ആ മത്സരം ഉപേക്ഷിച്ചതുണ്ട്, മത്സരം നിർത്തി വെച്ചതുണ്ട്, മത്സരം പിന്നീട് പുനരാരംഭിച്ചതൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആ യൂറോ കപ്പിൽ വരെ ഒരു അപകടം നടന്നിട്ട് അയാൾ മരിക്കുമോ ജീവിക്കുമോ എന്ന് പറയാത്തൊരവസ്ഥയിലാണ് ഓർന്ന് എടുത്തു കൊണ്ടുപോകുന്നത്. ആ മത്സരം നിർത്തി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്ര വലിയ ഒരു സംഭവം അല്ല ഈ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഈ ഒരു ഡാൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിർത്തി വെച്ച് അദ്ദേഹം പറയുന്ന MLA, അത് ഒരു MLA കൂടിയാണെന്ന് പറയണം. അപ്പൊ അത്രയും ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും കിട്ടാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. ഒരു സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്കിൽ അത് പോകുമായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത്രയും അങ്ങനെ ഒരു അപകടം നടന്നിട്ട് അതിന് വേണ്ട രീതിയിൽ പരിഗണിക്കാതെ അത് കണ്ടിന്യൂ ചെയ്തതിൽ വളരെ ഒരു എന്താ പറയുക, കേരളത്തിന്റെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെന്ത് വേണമെങ്കിലും മരിച്ചാലും എന്തായാലും കുഴപ്പമില്ല, ഒരു ഉദ്ദേശിച്ചിട്ടുള്ള പരിപാടി നടക്കണം, ഉദ്ദേശിച്ചുള്ള പൈസ കിട്ടണം, ഇതായിരിക്കും ഓരോ മൈൻഡിൽ ഉണ്ടാവുക. പറഞ്ഞ ജസ്റ്റ് അവർക്ക് ആ ഹോസ്പിറ്റലിലേക്ക് എറണാകുളമാണല്ലോ, അത് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ ജസ്റ്റ് ഒരു അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ അവിടെ എത്തിയതെന്ന് സംഭവങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം ജസ്റ്റ് പുനരാരംഭിക്കാം. എന്താ പറയുക, 12,000 പേര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ജനശ്രദ്ധ കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഗിന്നസ് റെക്കോർഡ് വേണ്ടിയൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ആ ഡാൻസേഴ്സിനും അതിൽ പങ്കെടുത്ത കുട്ടികൾ, ചെറിയ കുട്ടികളടക്കം ഉണ്ട് അതിൽ ഡാൻസ് പങ്കെടുത്ത, ഇവർക്കൊക്കെ ഒരു ഒരു വില കിട്ടുന്ന രീതിയിൽ വേണം ആ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ. ഇതിപ്പോ കഴിഞ്ഞിട്ട് അറിയണത് ദിവ്യാണി മാത്രമാണ് കുറച്ച് മെയിൻ ആയത്. അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അല്ല എല്ലാവർക്കും കിട്ടുന്നുള്ള കമന്റ് കണ്ടു, എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട്. പക്ഷെ എല്ലാവർക്കും ഡീറ്റെയിൽ കിട്ടുന്നതാണ് പറഞ്ഞു. ഒരു കുട്ടി പൈസ കിട്ടൂലല്ലോ, അതുണ്ടാവില്ല, അത് പ്രൈവറ്റ് ആ കമ്പനിക്കായിരിക്കും, ചെയ്ത കമ്പനിക്കാണെന്ന് വേൾഡ് റെക്കോർഡ് കിട്ടി കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടുമല്ലോ. അതൊന്നും ഉണ്ടാവില്ല, അത് ചിലപ്പോ ആ കമ്പനി ആയിരിക്കും, ഒരു കമ്പനിയാണ് ഏറ്റെടുത്ത് കൊടുക്കാന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കറക്റ്റ് ആയിട്ട് ബിസിനസ്. ഞാൻ വില കിട്ടുന്നത് പറഞ്ഞത് അങ്ങനെയല്ല, ആ പ്രോഗ്രാമിനാണല്ലോ മെയിൻ ശ്രദ്ധ വരുന്നത്, ആ പ്രോഗ്രാമിലേക്കല്ലേ, അതിന് വേണ്ടിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ എന്താണ്ടായത്, ഒരു അപകടം ഉണ്ടായത് വലിയ വിവാദമായി. ഈ അധികൃതരെ കുറിച്ചുള്ള ഈ കംപ്ലൈന്റ് ഭയങ്കര ഇതായി, ടിക്കറ്റ് വെച്ചത്, MLA വരെ സുരക്ഷ ഇല്ലാതെ തുടങ്ങി പെർമിഷൻ കൊടുത്തിട്ട്. അതായത് ആ മെയിൻ കോർ ആ ഡാൻസ് ആണെങ്കിൽ അതിനൊരു വിലയില്ലാണ്ടായി, ബാക്കിയൊക്കെ ചർച്ചയായി. അതാണ് ഇപ്പൊ ഉണ്ടായത്. ഗിന്നസ് റെക്കോർഡ് കിട്ടി, അതുപോലും വലിയ ചർച്ച അല്ലാത്ത രീതിയിൽ ആയി. ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഭയങ്കര വില കിട്ടേണ്ടതാണ്. ഇപ്പൊ ഒന്നും വേണ്ട, ദിവ്യോണി അത് ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിവ്യോണിക്ക് ആ രീതിയിലുള്ള കുറെ പ്രശംസയും കാര്യങ്ങൾ കിട്ടേണ്ടതാണ്, അതിൽ പങ്കെടുത്തതും കിട്ടേണ്ടതാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ നടത്തുമ്പോൾ അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്താൻ കഴിയുന്നവർ മാത്രമേ നിൽക്കുക. അല്ലാത്തവർ ഇങ്ങനെ ഒരു മാനം കെടുത്താൻ വേണ്ടിയിട്ട് ഒരു പരിപാടി വെക്കരുത്.